Dear students, Assalamu alaikum. Let us start our new chapter, Simple Equation. Our 7th chapter, Simple Equation. Okay. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ഇക്വേഷൻ, എങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യാം, എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്, ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ്, അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ്, വാട്ട് ഈസ് ഇക്വേഷൻ? Is note that equation are formed using variable and constant. Using variables and constant. അപ്പോൾ വേരിയബിൾസ് കോൺസ്റ്റൻറ്റ് ടേംസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ 3a = 9 ഒരു ഇക്വേഷൻ ആണല്ലേ. എ എന്നുള്ളൊരു വേരിയബിൾ ടേം ഉണ്ട്, കോൺസ്റ്റൻറ്റ് ടേം 9 3. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ എന്ന് പറയും. 3a = 9 എന്നുള്ളൊരു ഇക്വേഷനാണ്. ഇങ്ങനെയുള്ളതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വാട്ട് ഈസ് വേരിയബിൾസ്? A variable has, note that a variable has no fixed value. Variables are usually denoted by letters A, B, C, X, Y, Z. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് വാല്യൂ അല്ല, അത് നമ്മളൊരു ലിറ്ററൽ നമ്പേഴ്സ് ആയിട്ടാണ് ഉപയോഗിക്കുക. ലിറ്ററൽ നമ്പേഴ്സ് മീൻ A, B, C, X, Y, Z, etc. ഓക്കെ, യെസ്. ഇനി നോക്കൂ, നിങ്ങൾ പേജ് നമ്പർ 99 കണ്ടോ, റീഡ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. 1 to 5 അല്ലേ. ജവഹർലാൽ നെഹ്റു വാസ് ദി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. 6 + 4 = 10. 5 × 4 = 20. ഇറ്റ് മേ റെയിൻ ടുഡേ. 6 / 3 = 2. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും, ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് പറയാം ഓർഡിനറി സ്റ്റേറ്റ്മെൻറ്റ്സ്. സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണത് അല്ലേ. ബട്ട് ബാക്കിയുള്ളതൊക്കെ എന്താണ്? മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. മാത്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു അല്ലേ, നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റും മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സും ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ്സും. ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സും ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ്സും. ഓക്കെ, ദ നെക്സ്റ്റ്, ഇനി എന്താണ് ആൽജിബ്രിക് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ്? ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക്, ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. ഓക്കെ, പേജ് നമ്പർ 100 നോക്കൂ. ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, 5 more than x is 9. 5 more than x is 9. നമുക്ക് എങ്ങനെ പറയാം? x + 5 = 9. ഇപ്പോൾ ഒരു ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ് 5 more than x is 9. എക്സ് എന്നുള്ള നമ്പറിനേക്കാൾ 5 കൂടുതലായാൽ അത് ഏതിനോട് ഈക്വൽ ആവും? 9നോട്. 5 more than x എന്ന് പറഞ്ഞാൽ x + 5. ഓക്കെ, 5 more than x എന്ന് പറഞ്ഞാൽ x + 5 is equal to 9. 5 more than x is 9. 5 more than x is 9. ഇതിൻ്റെ മീനിങ് എന്താണ്? 5 more than x is 9. അപ്പോൾ x എന്നുള്ളതൊരു വേരിയബിൾ ആണ് കേട്ടോ. 5 more than x എന്ന് പറഞ്ഞാൽ x + 5 is 9 എന്ന് പറഞ്ഞാൽ x + 5 = 9. അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. മനസ്സിലായല്ലോ? ഇക്വേഷനാണ്. കാരണം ഇവിടെ നോക്കൂ, ഈക്വൽ സിമ്പിൾ ഉണ്ട് അല്ലേ. ഈക്വൽ എന്നുള്ള സിമ്പിൾ ഉണ്ടാവണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ ഈക്വൽ സിമ്പിളിൻ്റെ ലെഫ്റ്റുള്ള ഇതെന്താ നമ്മൾ പറയും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, LHS. ഈക്വൽ സിമ്പിളിൻ്റെ റൈറ്റുള്ള വാല്യൂ നമ്മൾ RHS. സൈഡിന് റൈറ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇക്വേഷൻ്റെ ഈക്വൽ സിമ്പലിൻ്റെ ലെഫ്റ്റുള്ള പാർട്ടിന് നമ്മൾ എന്താ പറയുക? LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഉള്ളതിന് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇങ്ങനെ നോക്കൂ അല്ലേ. ഈക്വൽ സിമ്പലിൻ്റെ ലെഫ്റ്റ് ഉള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഈക്വൽ സിമ്പലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, യെസ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കണ്ടോ, ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ദ സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്ൻ ദി സൈൻ ഓഫ് ഇക്വാലിറ്റി, ദാറ്റ് ഈസ് equality are known as equations. An equation contains certain literal numbers known as variables or unknowns. Equationil unknowns ഉണ്ടാവും, മീൻസ് ലിറ്ററൽ നമ്പേഴ്സ് ഉണ്ടാവും. ഇവിടെ എന്താണ്? എക്സ് ഒരു ലിറ്ററൽ നമ്പർ നമുക്കറിയില്ലല്ലോ, അൺനോൺ വാല്യൂ അല്ലേ. അപ്പോൾ അത് ഇക്വേഷനിൽ ഉണ്ടാവാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐഡൻറ്റിഫൈ ദി, ഓക്കെ, നിങ്ങൾക്ക് പേജ് നമ്പർ 100 എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3 നമുക്ക്
റിവൈസ് ചെയ്യാം. മീൻസ് ചെറിയ ക്ലാസ്സിൽ നമ്മൾ ബിഫോർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. എക്സാമ്പിൾ 1. ഐഡൻറ്റിഫൈ ദ LHS ആൻഡ് RHS ഇൻ ദി ഫോളോയിങ് ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ്സ്. ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ട അവിടെ 3m + 2 = 5 ആണ്. 3m + 2 = 5. അതിലേതാ RHS? ഈക്വൽ സിമ്പിൾ നോക്കുക നിങ്ങൾ. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് LHS, റൈറ്റ് സൈഡിൽ RHS. അപ്പോൾ ഇവിടെ RHS 5. യെസ്. ഇനി നോക്കൂ നെക്സ്റ്റ് വൺ. 2 + 3b = 12. 2 + 3b = 12. ഓക്കെ, അതിൽ RHS ഏതാണ്? 12. ഓക്കെ, ഈക്വൽ സിമ്പലിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് 12. യെസ്. അപ്പോൾ RHS മീൻസ് റൈറ്റ് ഹാൻഡ് സൈഡ് 12. ആ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 12. യെസ്. എക്സാമ്പിൾ 2ലേക്ക് വരാം. ക്രിയേറ്റ് ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദി ഫോളോയിങ് കേസസ്. നമ്മളോട് ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ക്രിയേറ്റ് ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദി ഫോളോയിങ് കേസസ്. ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആൽജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. യെസ്. ഇപ്പോൾ നോക്കൂ എന്താ പറയുന്നത്. വാട്ട് നമ്പർ മസ്റ്റ് ബി ആഡഡ് ടു 10 to get 32? What number must be added to 10 to get 32? 10നോട് കൂടി ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 32 കിട്ടുക? 10നോട് കൂടി ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 32 കിട്ടുക? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു അൺനോൺ ആണല്ലേ ഇവിടെ വരുന്നുണ്ട്, ഒരു അൺനോൺ വരുന്നുണ്ട്, ഏതോ ഒരു നമ്പർ. അതിനോടല്ല 10 കൂട്ടേണ്ടത്. അപ്പോൾ അൺനോൺ നമ്പർ നമുക്ക് x ആയിട്ട് എടുക്കാം. അതിനോട് കൂടി 10 കൂട്ടുമ്പോൾ എന്ത് കിട്ടണം എന്നാണ് പറയുന്നത്? 32. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, x + 10 = 32. നെക്സ്റ്റ്, ട്വൈസ് അനൂസ് ഏജ് ഈസ് 42. ട്വൈസ് അനൂസ് ഏജ് ഈസ് 42. അനുവിൻ്റെ ഏജിൻ്റെ 2 മടങ്ങാണ് 42. അപ്പോൾ അൺനോൺ ആയിട്ട് ഏതാ വരുന്നത്? അനുവിൻ്റെ ഏജ് അല്ലേ? അത് നമുക്ക് x ഇയേഴ്സ് എടുക്കാം. അപ്പോൾ അതിൻ്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ 2x. ഓക്കെ, 2x = 42. ക്ലിയർ? യെസ്. നെക്സ്റ്റോ എക്സാമ്പിൾ 3 എന്താ പറയുന്നത്? രാജു ഗോട്ട് 7 മാർക്ക് മോർ ദാൻ അജിത്ത്. ഇഫ് രാജു സ്കോർഡ് 50 മാർക്ക്, നൗ ഹൗ മച്ച് ഡിഡ് അജിത്ത് സ്കോർ? രാജു ഗോട്ട് 7 മാർക്സ് മോർ ദാൻ അജിത്ത്. രാജുവിന് അജിത്തിനേക്കാൾ 7 മാർക്ക് കൂടുതൽ കിട്ടി രാജുവിന്. ഓക്കെ, ഇഫ് രാജു സ്കോർഡ് 50 മാർക്സ്, ഹൗ മച്ച് ഡിഡ് അജിത്ത് സ്കോർ? ഈസി അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ എഴുതണം അല്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതണം. എന്താ പറയുന്നത്? അജിത്തിൻ്റെ മാർക്കിനേക്കാൾ 7 മാർക്ക് കൂടുതൽ കിട്ടി രാജുവിന്. അപ്പോൾ നമുക്ക് അജിത്തിൻ്റെ മാർക്ക് എന്തായിട്ട് എടുക്കാം? അജിത്തിൻ്റെ സ്കോറ് നമുക്ക് m ആയിട്ട് എടുക്കാം. സപ്പോസ് ഒരു ലിറ്ററൽ നമ്പർ m ആയിട്ട് എടുക്കാം. അൺനോൺ ആണല്ലോ, നമുക്കറിയില്ലല്ലോ അജിത്തിൻ്റെ മാർക്ക്. m ആണെങ്കിൽ രാജുവിൻ്റെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും? രാജുവിന് m എന്നുള്ള അജിത്തിൻ്റെ മാർക്കിനേക്കാൾ 7 കൂടുതൽ, m + 7. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇഫ് രാജു സ്കോർ 50 മാർക്സ്, അങ്ങനെയാണെങ്കിൽ രാജുവിന് 50 മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കുക. രാജുവിൻ്റെ മാർക്ക് = m + 7 ആണ്. അപ്പോൾ രാജുവിന് കിട്ടി 50 ആണ്. അപ്പോൾ രാജുവിൻ്റെ മാർക്കിൻ്റെ അവിടെ 50 എന്ന് കൊടുക്കുക. 50 = m + 7 എഴുതുക. നമ്മളോട് എന്താ വെച്ചത്? ഹൗ മച്ച് ഡിഡ് അജിത്ത് സ്കോർ? ഹൗ മച്ച് ഡിഡ് അജിത്ത് സ്കോർ? അങ്ങനെയാണെങ്കിൽ അജിത്തിൻ്റെ സ്കോർ എത്രയാണ്? ഈ m എന്നുള്ളതല്ല അജിത്തിൻ്റെ സ്കോർ. m എന്നുള്ളതല്ല അജിത്തിൻ്റെ സ്കോർ. അപ്പോൾ m = 50 - 7, that is equal to 43. Okay, how much did Ajit score means 43. Yes, m = 43. Clear? Yes. Exercise 7.1 നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 2 1 2. ഓക്കെ, yes. Then next, what is simple equation? പേജ് നമ്പർ 101 നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഇക്വേഷൻ. വാട്ട് ഈസ് സിമ്പിൾ ഇക്വേഷൻ?
അപ്പോൾ ഈ സിമ്പിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഹാവിങ് ഓൺലി വൺ വേരിയബിൾ ഈസ് നോൺ ആസ് സിമ്പിൾ ഇക്വേഷൻ. അപ്പോൾ സിമ്പിൾ ഇക്വേഷനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇക്വേഷൻ ഹാവിങ് ഓൺലി വൺ വേരിയബിൾ, ആൻ ഇക്വേഷൻ ഹാവിങ് ഓൺലി വൺ വേരിയബിൾ ഈസ് നോൺ ആ സിമ്പിൾ ഇക്വേഷൻ. ഒരു ഇക്വേഷനിൽ ഒരു വേരിയബിൾ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കൂ, XY + 3 = 16. ഇത് സിമ്പിൾ ഇക്വേഷൻ അല്ല, കാരണം എക്സും വൈയും രണ്ട് വേരിയബിൾ ടേം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിൾ ഇക്വേഷൻ അല്ല. അപ്പോൾ സിമ്പിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ x + 2 = 5. ഇത് സിമ്പിൾ ഇക്വേഷൻ ആണ്, കാരണം ഈ ഇക്വേഷനിൽ ഒരു വേരിയബിൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻ ഇക്വേഷൻ ഹാവിങ് ഓൺലി വൺ വേരിയബിൾ ഈസ് നോൺ ആസ് സിമ്പിൾ ഇക്വേഷൻ. ഓക്കെ, യെസ്. നെക്സ്റ്റ് സോൾവിങ് സിമ്പിൾ ഇക്വേഷൻ. അപ്പോൾ സിമ്പിൾ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ 3 മെത്തേഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഏതാണ്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വേഷൻ ബൈ ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ്. ഈ 3 മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സോൾവിങ് സിമ്പിൾ ഇക്വേഷൻ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ അൺനോൺ വേരിയബിൾ ഇല്ലേ, അല്ലെങ്കിൽ വേരിയബിൾ ടേമില്ല, അത് കണ്ടുപിടിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. x - 6 = x - 6 = 4x - 9. x - 6 = 4x - 9 എന്നൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം യൂസിങ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത് അല്ലേ. എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ട്രയൽ നോക്കുക. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് LHS = RHS എന്ന് വരിക നോക്കുക. LHSഉം RHSഉം ഈക്വൽ ആയിട്ട് വരുന്നത് എപ്പോഴാണ്? എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നോക്കുക. ഓക്കെ, സപ്പോസ് ഫസ്റ്റ് ഒരു ട്രയൽ നോക്കുക. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 - 6, LHS എന്താ വരിക? LHS 1 - 6 = -5. RHS എന്താ വരിക? എക്സിന് 1 കൊടുക്കുമ്പോൾ 4 × 1 4, 4 - 9 = -5. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിവിടെ LHS = -5 കിട്ടി എപ്പോൾ? എക്സിന് 1 കൊടുക്കുമ്പോൾ. RHS എന്ത് കിട്ടി? -5 കിട്ടി എപ്പോൾ? എക്സിന് 1 കൊടുത്തപ്പോൾ. അപ്പോൾ യെസ്, 1 ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്. 1 ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യം 2 ആണ് കൊടുത്ത് നോക്കുന്നതെങ്കിലോ ട്രയൽ നോക്കുക. 2 എക്സിന് 2 കൊടുക്കുമ്പോൾ 2 - 6, LHS എന്താ വരിക? 2 - 6 = -4. RHSO എക്സിന് 2 കൊടുക്കുമ്പോൾ RHS എന്താ വരിക? 4 × 2 8, 8 - 9 -1. LHSഉം RHSഉം ഈക്വൽ അല്ലല്ലോ. LHSഉം RHSഉം ഈക്വൽ അല്ല ഏ കേസിൽ? എക്സിന് 2 കൊടുക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഈ 2 ഇതിൻ്റെ സൊല്യൂഷൻ അല്ല. അങ്ങനെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കുക കേട്ടോ. ജസ്റ്റ് ആദ്യം 1 കൊടുത്ത് നോക്കുക, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ 2 കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നെക്സ്റ്റ് സൊല്യൂഷൻ ബൈ യൂസിങ് ദ പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം നമുക്കൊരു ഇക്വേഷന്. ഓക്കെ, അത് ഫസ്റ്റ് നോക്കൂ നിങ്ങൾ, പേജ് നമ്പർ 102 ഫസ്റ്റ് പറയുന്നുണ്ട്. യെസ്, നമുക്കൊരു ഇക്വേഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. x - 2 = 4, x + 3 = 4, y/4 = 3. നെക്സ്റ്റ് 3x = 12. 1 2 3 4 ഇക്വേഷൻസ് ഇവിടെ ഞാൻ പറയുന്നുണ്ട്. അതിലൂടെ 4 പ്രോപ്പർട്ടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇപ്പം ഇത് ഇക്വേഷൻ നോക്കൂ. x - 2 = 4 എന്നുള്ളൊരു ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആഡിങ് ദ സെയിം നമ്പർ ഓൺ ബോത്ത് സൈഡ് ഓഫ് ആൻ ഇക്വേഷൻ ഡസ് നോട്ട് ആൾട്ടർ ദി ഇക്വേഷൻ.
രണ്ട് സൈഡിലും ഒരേ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ ഒന്നും സംഭവിക്കില്ല കേട്ടോ. രണ്ട് സൈഡിൽ ഒരേ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഈ ഒരു എക്സ് മൈനസ് 2 = 4 എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് എന്ത് സ്യൂട്ടബിൾ ആണ്, ഏത് പ്രോപ്പർട്ടി സ്യൂട്ടബിൾ ആണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി. അത് ഏതാണ്? ആഡിങ് ദ സെയിം നമ്പർ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്? 2 ആഡ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് സൈഡിൽ. എക്സ് മൈനസ് 2 എന്നുള്ള LHSൽ 2 ആഡ് ചെയ്ത് കൊടുക്കുക, 4 എന്നുള്ള RHSൽ 2 ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, -2 + 2 0 ആയി പോയി, എക്സ് മാത്രമായി, ഈക്വൽ ടു 6. 4 + 2 6. അപ്പോൾ x = 6 എന്ന് കിട്ടിയില്ലേ? എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി -2 ഇവിടെ ഉണ്ടായതുകൊണ്ട് 2 രണ്ട് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി നോക്കൂ, സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? സബ്ട്രാക്റ്റിംഗ് ദ സെയിം നമ്പർ ഫ്രം ഈച്ച് സൈഡ് ഓഫ് ആൻ ഇക്വേഷൻ. Subtracting the same number from each side of an equation does not alter the equation. രണ്ട് സൈഡിലും സെയിം നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? നോക്കൂ, കണ്ടോ, +3 ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും 3 സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ x + 3 - 3 = 4 - 3. x + 3 - 3 ഇവിടെ 3 - 3 0 ആയി പോയി, x 4 - 3 1. ഈസി ആയിട്ട് കിട്ടിയില്ലേ എക്സ്? അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുന്നത്? തേർഡ്, മൾട്ടിപ്ലൈങ് ദ സെയിം നമ്പർ ഓൺ ബോത്ത് സൈഡ്സ് എക്സെപ്റ്റ് 0. 0 അല്ലാത്ത വാല്യൂ ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഈ ഇക്വേഷൻ അതിന് സ്യൂട്ടബിൾ ആണ്. തേർഡ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ സ്യൂട്ടബിൾ ആണ്. കാരണം ഡിവൈഡഡ് ബൈ ഒരു 4 ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. y/4 × 4 = 3 × 4. ഓക്കെ, യെസ്. അപ്പോൾ ഈ 4ഉം 4ഉം സിംപ്ലിഫൈ ചെയ്ത് പോകും. y = 3 × 4 12. അപ്പോൾ y = 12 കിട്ടിയില്ലേ? വൈൻ്റെ വാല്യൂ കിട്ടിയില്ലേ? യെസ്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണ്? ലാസ്റ്റ് പ്രോപ്പർട്ടി, ഡിവൈഡിങ് ആൻ ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ് ബൈ സെയിം നമ്പർ ഡസ് നോട്ട് ആൾട്ടർ ദി ഇക്വേഷൻ. ഡിവൈഡിങ് ആൻ ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ്സ്, ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടോ 3 × x ആണ്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3x / 3 = 12/3. 3x / 3 ആകുമ്പോൾ 3x/3. 12/3 4. 3ഉം 3ഉം ക്യാൻസൽ ചെയ്ത് പോയി. x = 4. x = 4. ക്ലിയർ ആയോ? എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? യെസ്. അപ്പോൾ ഈ പ്രോപ്പർട്ടികൾ നിങ്ങൾ നോട്ടിൽ മാർക്ക് ചെയ്യണം കേട്ടോ. 4 പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. പേജ് നമ്പർ 103 എക്സാമ്പിൾ 1. സോൾവ് x + 4 = 10. സോൾവ് x + 4 = 10. അപ്പോൾ ഈ പ്രോപ്പർട്ടികൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. x + 4 = 10 ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ചൂടെ? രണ്ട് സൈഡിൽ നിന്നും സെക്കൻഡ് പ്രോപ്പർട്ടി അല്ലേ? കാരണം ഇവിടെ +4 ആണ്. അപ്പോൾ രണ്ട് സൈഡിലും 4 സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ x + 4 - 4 = 10 - 4. അപ്പോൾ ഇവിടെ x = 10 - 4 6. x = 6 എന്ന് കിട്ടും. ഓക്കെ, യാ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സോൾവ് y - 5 = 11. സോൾവ് y - 5 = 11. അപ്പോൾ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണത്? രണ്ട് സൈഡിലും ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? -5 ആയതുകൊണ്ട് രണ്ട് സൈഡിലും 5 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ -5 + 5 = 11 + 5. LHSലും RHSലും 5 ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? y = 60. y = 60. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സാമ്പിൾ 3. ഫൈൻഡ് x 7x = 49. 7x 49 ആണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിൽ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. 7 7 സിംപ്ലിഫൈ ചെയ്തിട്ട് x = 7 വരും അല്ലേ? x = 7. ഓക്കെ, അതുപോലെ തന്നെ എക്സാമ്പിൾ 4. രണ്ട് സൈഡിലും ഏത് ചെയ്യേണ്ടത് നമ്മൾ? ഇക്വേഷൻ എന്താണ്? x/5 = 20. x/5 = 20 എന്നാവുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x/5 × 5 = 20 × 5. എന്താ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം? ഇവിടെ കണ്ടു അടിയിൽ 5 ആണ്. അപ്പോൾ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്? രണ്ട് സൈഡിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള പ്രോപ്പർട്ടി.
ഓക്കെ, അപ്പോൾ ഇവിടെ 5ഉം 5ഉം സിംപ്ലിഫൈ ചെയ്ത് പോകും. എക്സ് ഈക്വൽ ടു 20 ഇൻറ്റു 5 100. എക്സ് ഈക്വൽ ടു 100. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു പ്രോബ്ലം. സോൾവ് 5x പ്ലസ് 8 ഈക്വൽ ടു -7. ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണത് സോൾവ് ചെയ്യാനുള്ള. ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, 5x പ്ലസ് 8 ഈക്വൽ ടു -7. 5x പ്ലസ് 8 ഈക്വൽ ടു -7 എന്നുള്ള ഇക്വേഷനിൽ ചിലപ്പോൾ നമുക്ക് എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 or 3 പ്രോപ്പർട്ടികളൊക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇക്വേഷൻസിൽ സോൾവ് ചെയ്യണമെങ്കിൽ, അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, 8 രണ്ട് സൈഡിൽ സബ്ട്രാക്ട് ചെയ്യുന്നു ഫസ്റ്റ്, അല്ലേ? ആ പ്രോപ്പർട്ടി ഞാൻ അപ്ലൈ ചെയ്യാം. LHS നിന്നും RHS നിന്നും 8 സബ്ട്രാക്ട് ചെയ്യാം. ഇപ്പോൾ 5x പ്ലസ് 8 മൈനസ് 8 5x ആവും, അല്ലേ? -7 -8 -50. അപ്പോൾ 5x ഈക്വൽ ടു -50 എന്നാണ് വാല്യൂ കിട്ടിയത്, അല്ലേ? 5x ഈക്വൽ ടു -50. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. കാരണം 5 ഇൻറ്റു x ആണ് വരുന്നത്. അപ്പോൾ 5 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാം. രണ്ട് സൈഡിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. LHSലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, RHSലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് x എന്ന് വരും ഈക്വൽ ടു ഇവിടെ -3. ഓക്കെ, x ഈക്വൽ ടു -3 കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു? ഡിവിഷൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, സെയിം നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തു. ഇനി അടുത്തൊരു ഇക്വേഷൻ നോക്കൂ. സോൾവ് 4x മൈനസ് 2/3. 4x മൈനസ് 2/3 ഈസ് ഈക്വൽ ടു 22/3. ഈ ഒരു ഇക്വേഷനിൽ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഏത് പ്രോപ്പർട്ടിയാണ്? -2/3 ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? -2/3 ആയതുകൊണ്ട് 2/3 ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ പ്രോപ്പർട്ടി നമുക്ക് സെയിം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ LHSലും 2/3 ആഡ് ചെയ്ത് കൊടുക്കുക, RHSലും 2/3 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ -2/3 2/3 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 4x ആവും, അല്ലേ? ഇവിടെ 2/3 പ്ലസ് 2/3 ന്യൂമറേറ്ററുകൾ ആഡ് ചെയ്യും, കാരണം ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ ആഡ് ചെയ്യുമ്പോൾ 24 ഹോൾ ഡിവൈഡ് ബൈ 3 ഇതാണ് കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 ഇൻറ്റു x അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ ഇനി LHSലും RHSലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലേ? അപ്പോൾ 4x/4 ഈസ് ഈക്വൽ ടു 24/3 ഡിവൈഡഡ് ബൈ 4. രണ്ട് സൈഡിലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, രണ്ട് സൈഡും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. യെസ്, അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് x ആവും, അല്ലേ? x. ഓക്കെ, x ഇസ് ഈക്വൽ ടു 24/3 ഇൻറ്റു 1/4. ഇങ്ങനെയല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുക ഇവിടെ. അപ്പോൾ x ഇസ് ഈക്വൽ ടു 4നും 24നും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6/3 2. x ഈക്വൽ ടു 2. ക്ലിയർ? യെസ്. എക്സാമ്പിൾ 7 നോക്കൂ. എക്സാമ്പിൾ 7ൽ നമുക്ക് സോൾവ് 4 ഇൻറ്റു x പ്ലസ് 5 ഈസ് ഈക്വൽ ടു -4. 4 ഇൻറ്റു x പ്ലസ് 5 ഈസ് ഈക്വൽ ടു -4 എന്നാണ്, അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുമ്പോൾ നമ്മൾക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലേ? ഫസ്റ്റ് നിങ്ങൾ നോക്കൂ, 4 ഇവിടെ മൊത്തം ബ്രാക്കറ്റിൻ്റെ പുറത്താണ് 4, ഈ ബ്രാക്കറ്റിന് മൊത്തം പുറത്താണ് 4, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും ഫസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് സൈഡിലും ഫസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് ഇക്വേഷൻ ഒന്നും കൂടിയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം, അല്ലേ? അപ്പോൾ 4 ഇൻറ്റു x 4x, 4 ഇൻറ്റു 5 20 ഈസ് ഈക്വൽ ടു -4. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ 20 ആണല്ലേ? അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്യാം. 4x പ്ലസ് 20
minus 20 is equal to minus 4 minus 20. അപ്പോൾ ഇവിടെ 4x മാത്രമാകും അല്ലേ, 20 minus 20 0 ആയി. 4x is equal to minus 4 minus 20 minus 24. അപ്പോൾ 4x equal to minus 24. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 4x അല്ലേ, അപ്പോൾ രണ്ട് സൈഡിലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം 4 into x വരുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം അല്ലേ, സെയിം നമ്പർ കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4x by 4 equal to minus 24 by 4. ഇവിടെ 4ഉം 4ഉം സിംപ്ലിഫൈ ചെയ്തിട്ട് x ആവും. x is equal to minus 24 by 4 മൈനസ് ശ്രദ്ധിക്കണം കേട്ടോ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6, അപ്പോൾ മൈനസ് 6. x ഈക്വൽ ടു മൈനസ് 6. ഓക്കെ, ഇനിയിപ്പോൾ ഈ മെത്തേഡ് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ 4 of x plus 5 ഈക്വൽ ടു മൈനസ് 4 ആണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിന് മൊത്തം കോമൺ ആണ് 4 അല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അതായത് സെയിം നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 of x plus 5 divided by 4 equal to minus 4 divided by 4. അപ്പോൾ ഈ 4ഉം 4ഉം സിംപ്ലിഫൈ ചെയ്ത് പോയിട്ട് ഇവിടെ x plus 5 എന്നാകും LHSൽ. ഇവിടെ -1. x plus 5 equal to -1 ആണെങ്കിൽ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, കാരണം ഇവിടെ x plus 5 അല്ല, അപ്പോൾ 5 രണ്ട് സൈഡിലും സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ x plus 5 minus 5 equal to -1 minus 5. അപ്പോൾ ഇവിടെ x മാത്രമാകില്ലേ, കാരണം 5 minus 5 0 ആവില്ലേ. ഇവിടെ -1 minus 5 minus 6. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് സോൾവ് 4/9 x equal to 16. Solve 4/9, example 8, page number 105. Example 8, solve 4/9 x equal to 60. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം? 4/9 എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഒരു ഫ്രാക്ഷനാണ്, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഒരു ഫ്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടോ, ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പോൾ 4x ഈക്വൽ ടു 6 വരുമ്പോൾ നമ്മൾ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക? കാരണം ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാണെന്ന് നോക്കുക, അതുകൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 4 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 4 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കുക, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കുക, 4/9 അല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും 4/9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, രണ്ട് സൈഡിലും 4/9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 4/9 അല്ലേ, അപ്പോൾ 4/9 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുക. 4/9 into x divided by 4/9 is equal to 16 divided by 4/9. ഓക്കെ, ഇനി നോക്ക് ഇവിടെ 4/9 into x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into x 4x divided by 9 ആണ് കേട്ടോ. ഓക്കെ, 4/9 into x എന്ന് പറഞ്ഞാൽ 4 into x divided by 9 ആണ്. Divided by 4/9 is equal to 16 divided by 4/9. ഇനി ഇത് ഡിവൈഡ് ചെയ്യാൻ അറിയാലോ, 4/9 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുക, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4x/9 into 9/4 അല്ലേ, 4/9ൻ്റെ റെസിപ്രോക്കൽ is equal to 16 into 9/4. ക്ലിയർ? ഇനിയിപ്പോൾ ഈ 4ഉം 4ഉം സിംപ്ലിഫൈ ചെയ്യും അല്ലേ, ഈ 9ഉം 9ഉം സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ x is equal to ഇവിടെ 4നെ 16 സിംപ്ലിഫൈ ചെയ്യാം, 4. അപ്പോൾ 4 into 4 അല്ലേ 16, ഇനി 4 into 9 36. അപ്പോൾ x equal to 36. ക്ലിയർ ആയല്ലോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ത്രൂഔട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ ആവും കേട്ടോ. യെസ്, 36, x equal to 36. എക്സസൈസ് 7.2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഇയും ജിയും കെയും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇയും ജെയും കെയും, ജിയും ഇയും ജിയും കെയും. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ സിയും ഡിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് സോൾവിങ് ആൻ ഇക്വേഷൻ ബൈ ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ്. ലെറ്റ് us move next topic. 105, പേജ് നമ്പർ 105 സോൾവിങ് ആൻ ഇക്വേഷൻ
ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോൾവിങ് ഇക്വേഷൻ ബൈ ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ്. സോൾവിങ് ഇക്വേഷൻ ബൈ ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ്. എന്താണ് ആ ഒരു മെത്തേഡ് ഫോർ സോൾവിങ്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് പേജ് നമ്പർ 106 ഒരു 3 സ്റ്റെപ്സ് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോസിങ് ലൈക്ക് ടേം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആകും. എന്നാലും സ്റ്റെപ്സ് നോട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ചേഞ്ച് ദി സൈൻ ഓഫ് ദി ട്രാൻസ്പോസ്ഡ് ടേംസ്, സോൾവ് ദി ലൈക്ക് ടേംസ് ഓൺ ബോത്ത് സൈഡ്സ്, ഡിവൈഡ് ദി ടേംസ് ഓൺ ബോത്ത് സൈഡ്സ് ബൈ ദി കോഎഫിഷ്യന്റ് ഓഫ് ദി വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് ഫോർ എക്സ് ആൻഡ് വെരിഫൈ ദി സൊല്യൂഷൻ. സോൾവ് ഫോർ എക്സ് ആൻഡ് വെരിഫൈ ദി സൊല്യൂഷൻ. 3x + 9 = x - 4. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, എന്നിട്ട് എന്ത് ചെയ്യണം? വെരിഫൈ ദി സൊല്യൂഷൻ. എന്താ നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? ചേഞ്ച് സൈൻ ഓഫ് ദി ട്രാൻസ്പോസ്ഡ്. ഏത് മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ്. ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ്. അതായത് ഇപ്പോൾ ഇവിടെ 3x ഉണ്ട് അല്ലേ, അതിന് ലൈക്കായിട്ട് ടേം ഇവിടെ അല്ലേ ഉള്ളത്, RHSലുള്ളത്. അപ്പോൾ RHSലുള്ള ഈ ടേം നമ്മൾ LHSലേക്ക് കൊണ്ടുവരിക. അതായത് LHSൽ ലൈക്ക് ടേംസ് നിർത്തുക, RHSലും ലൈക്ക് ടേംസ് നിർത്തുക. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ LHSലും RHSലും കൂടിയിട്ടല്ലേ ടേമുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? LHSലേക്ക് ലൈക്ക് ടേംസിന് സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ RHSലും ലൈക്ക് ടേംസ് സെറ്റ് ചെയ്യുക. ഞാനിവിടെ 3x ഉണ്ട്, ഇവിടെയുള്ള എക്സിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ +x ആണെങ്കിൽ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് -x ആവും. = -4 ഇവിടെ ഉണ്ട് അല്ലേ, RHSൽ -4 ഉണ്ട്. അപ്പോൾ LHSലുള്ള +9 ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ -9 ആവും. ക്ലിയർ? ഇനി 3x - x സോൾവ് ചെയ്യുക. 3x എന്ന് ഒരു x പോയാൽ എത്ര വരിക? 3x - x സബ്ട്രാക്ട് ചെയ്യാൻ അറിയില്ലേ? 2x = -4 - 9 -30. 2x = -30. ഇനി എന്താ പറയേണ്ടത് ചോദിച്ച്? ഡിവൈഡ് ദി ടേം ഓൺ ബോത്ത് സൈഡ്സ് ബൈ ദ കോഎഫിഷ്യന്റ് ഓഫ് ദ വേരിയബിൾ. വേരിയബിളിൻ്റെ കോഎഫിഷ്യന്റ് കൊണ്ട് രണ്ട് സൈഡിനെ ഡിവൈഡ് ചെയ്യുക. വേരിയബിളിൻ്റെ കോഎഫിഷ്യന്റ് കൊണ്ട് രണ്ട് സൈഡിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ വേരിയബിൾ x ആണ്, അതിൻ്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പോൾ രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2x ഡിവൈഡ് ബൈ 2 = -13/2. അപ്പോൾ ഇവിടെ എന്ത് വരും? x = -13/2. -13/2. x = -13/2. ഇനി ഇവിടെ നമുക്ക് എന്ത് ചോദിച്ചിട്ടുണ്ട്? വെരിഫൈ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. വെരിഫൈ ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെരിഫൈ ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സിന് ഇപ്പോൾ കിട്ടിയ -13/2 ഇല്ലേ, അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് LHS = RS ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇങ്ങനെ 3x + 9 ആണ് LHS അല്ലേ, അതിൽ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? -13/2 കൊടുക്കുക. 3 × x അല്ലേ 3x, അപ്പോൾ 3 × x-ൻ്റെ പ്ലേസിൽ -13/2 + 9. 3 × -13 -39 /2 + 9. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 9 9/1 എന്ന് എഴുതാം. അപ്പോൾ ഡിനോമിനേറ്റർ 1 ഉം 2 ആണ്. സെയിം എടുത്ത് സെയിം ആക്കിയിട്ട് നമുക്കിത് ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ -13/2 + 2 നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 18/2 ആഡ് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ. ഓക്കെ, -39 + 18 all divided by 2. അപ്പോൾ -39 + 18 എന്താ വരിക? -39 plus -39 plus -39 plus 18. 39 18 സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബിഗർ നമ്പറിൻ്റെ സൈൻ കൊടുക്കണം. 21 -21/2. ഇതാണ് LHS കിട്ടിയത്. ഇനി RHS എന്താ കിട്ടുന്നത് നോക്കൂ. RHSൽ x അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഒന്ന് ട്രൈ ചെയ്തേ. RHSൽ x അപ്ലൈ ചെയ്യുമ്പോൾ അത് എക്സിൻ്റെ പ്ലേസിൽ -13/2 കൊടുക്കുക. അപ്പോൾ -x - 4 എന്നുള്ളത് -13/2 - 4. ഇതെങ്ങനെ ചെയ്യും? -4നെ -4/1 എഴുതാം. എൽസിഎം എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാം. -13 × 1 -13 -4 × 2 8 all divided by 1 × 2. -13 - 8 yes -13 - 8 - 21 divided by 2. ശരിയല്ലേ? യെസ്. അപ്പോൾ LHS = RHS.
LHS ഈക്വൽ ടു RHS വെരിഫൈ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്? പേജ് നമ്പർ 106 സോൾവ് 2x + 1 ഈക്വൽ ടു അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം നോട്ടിൽ കേട്ടോ. നമുക്ക് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഏതാണ് ക്വസ്റ്റ്യന്? 2x + 1 ഈക്വൽ ടു 4x - 7. ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യണം നമ്മൾ? ലൈക്ക് ടേമുകൾ ട്രാൻസ്പോസ് ചെയ്യണം. ഇവിടെ 2x ഉണ്ട്, 4x ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുക. 1 ഇവിടെ ഉണ്ട്, 1 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്? ഏത് കോയിഫിഷ്യൻ്റ് കൊണ്ട് വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ. ഇനി എക്സാമ്പിൾ 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എക്സാമ്പിൾ 3? ചെക്ക് ഇഫ് x = 7 is a solution of 4x - 3 = 25. 4x - 3 = 25. x = 7 എന്നുള്ളത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ചെക്ക് ഇഫ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിൻ്റെ വാല്യൂ 7 അല്ലേ, അപ്പോൾ ഈ ഇക്വേഷനിലെ എക്സിൻ്റെ വാല്യൂ 7 ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ പ്ലേസിൽ 7 അപ്ലൈ ചെയ്യുക. എന്നിട്ട് LHS RHSനോട് ഈക്വൽ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് LHSൽ എക്സിൻ്റെ പ്ലേസിൽ 7 കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടണം. കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം യെസ് x = 7 is a solution of 4x - 3 = 25. അപ്പോൾ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. എക്സിൻ്റെ പ്ലേസിൽ 7, 4 × x means 4 × 7 - 3 എന്താ വരിക? 4 × 7 28, 28 - 3 25. LHS = RHS വരുന്നില്ലേ? Therefore x = 7 is a solution of the given equation. Clear? Yes. ഇനി എക്സാമ്പിൾ 4 ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. എക്സാമ്പിൾ 4 എന്താ? എക്സാമ്പിൾ 4 എക്സാമ്പിൾ 4 നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്? ചെക്ക് ഇഫ് x = -5 ഈസ് സൊല്യൂഷൻ ഓഫ് യെസ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണത്. അത് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. എക്സാമ്പിൾ 4 എന്താ ചെയ്യേണ്ടത്? 3x + 1 = 7x + 5 എന്നാണ് ഇക്വേഷൻ. എക്സിൻ്റെ പ്ലേസിൽ ഏത് കൊടുത്തു നോക്കുക? -5 കൊടുക്കുക. അപ്പോൾ LHS = RHS ആണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. LHS = RHS ആണോ എന്ന് ചെക്ക് ചെയ്യുക. എക്സിൻ്റെ പ്ലേസിൽ ഏതാ കൊടുക്കേണ്ടത്? -5 കൊടുത്ത് വാല്യൂ കണ്ടു നോക്കുക LHS. അത് തന്നെയാണ് RHSനും കിട്ടുന്നതെങ്കിൽ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഓക്കെ. ഇനി ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാകും, നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ 5 ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാം. ഓക്കെ. എക്സാമ്പിൾ 5 എന്താണ്? സോൾവ് x - 3 by 5 + 7 = 2x + 1 by 3. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് കണ്ട് കൺഫ്യൂഷൻ ആവുന്നു വേണ്ട, നമുക്കിത് സോൾവ് ചെയ്യാം ഈസി ആയിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ഇങ്ങനെ മാറ്റി എഴുതി നോക്കാം. എങ്ങനെ മാറ്റേണ്ടത്? നമുക്ക് ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ്. കാരണം x - 3 by 5 അതിന് ലൈക്കായിട്ട് നമുക്ക് തോന്നുന്നത് ഇതാണല്ലേ, 2x + 1 by 3. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. x - 3 by 5. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇതൊരു പോസിറ്റീവ് അല്ലേ? ഇത് അല്ലേ, ഇതിൻ്റെ സൈന് പോസിറ്റീവ് അല്ലേ? യെസ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ -2x + 1 by 3 = അപ്പോൾ ഇവിടെ ഒന്നുമില്ല, 1 ഉണ്ടാവില്ല. 1 ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ +7 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -ആണ്. ക്ലിയർ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് +7 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -7. ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ നോക്കൂ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ശരിക്കും ശ്രദ്ധിക്കണേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 3 × x - 3 -5 × 2x + 1 all divided by 50. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50
ഇസ് ഈക്വൽ ടു -7. ഇനി ചെയ്യേണ്ടത് രണ്ട് സൈഡിലും 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. രണ്ട് സൈഡിലും 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. LHSലും RHSലും 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, LHSലും RHSലും 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ഇവിടെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 15 സിംപ്ലിഫൈ ചെയ്ത് പോകും അല്ലേ? അപ്പോൾ ഈ വാല്യൂ മുകളിലുള്ളത് വരും. എന്താ? 3x - 3 5 × 2x + 1 ഈക്വൽ ടു -7 × 15 എന്താ വരുന്നത്? -105. -105. ഓക്കെ, നോക്കൂ. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. അപ്പോൾ 3x 3 × x 3 × -3 -9. അറിയാലോ, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ പുറത്ത് നെഗറ്റീവ് ആണെങ്കിൽ സൈനൊക്കെ ചേഞ്ച് ചെയ്യും. 5 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -10x - 5 ഇസ് ഈക്വൽ ടു -105. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ് ചെയ്യാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ് ചെയ്യാം അല്ലേ? ട്രാൻസ്പോസിങ് ലൈക്ക് ടേം എന്ന് പറഞ്ഞാൽ 3x ഇവിടെ ഉണ്ട്, നമുക്ക് -10x ഉണ്ട്, ബാക്കിയുള്ള ന്യൂമറിക്കൽ വാല്യൂവിനൊക്കെ അപ്പുറത്ത് കൊണ്ടുപോകാം അല്ലേ? അപ്പോൾ അവിടെ -105 ഉണ്ട്. ഇനി -9 അപ്പുറത്ത് പോകുമ്പോൾ +9, -5 അപ്പുറത്ത് പോകുമ്പോൾ +5, 3x - 10x -7x, then -9 105 + 5 -110, then -110 + 9 is equal to -105. നമുക്ക് എന്താ വാല്യൂ കിട്ടുക ചെയ്യുമ്പോൾ? -91. ഇനി രണ്ട് സൈഡിലും എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് -7 ആണ് അല്ലേ? -7 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാം. -7x / -7 is equal to -91 / -7. അപ്പോൾ ഈ -7 സിംപ്ലിഫൈ ചെയ്തിട്ട് x is equal to -91 / -7 നമുക്ക് എന്താ കിട്ടുന്നത്? 13. എന്താണ്? 13. x equal to 13. ഇനി നിങ്ങൾ എങ്ങനെയാണ് നമുക്ക് വെരിഫൈ ചെയ്യുക? എക്സിൻ്റെ പ്ലേസിൽ അപ്ലൈ ചെയ്യുക. ഏത് അപ്ലൈ ചെയ്യുക? 13 അപ്ലൈ ചെയ്യുക. 13 അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് LHSും RHSും എന്താണ് കിട്ടുക? LHSും RHSും 9 കിട്ടും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ദെൻ മാർക്ക് യുവർ ഹോംവർക്ക്. എക്സസൈസ് 7.3. ക്വസ്റ്റ്യൻ നമ്പർ 1. 1 A B I. ക്വസ്റ്റ്യൻ നമ്പർ 2 GH. Okay. See you next class. Thank you. Dear student, Assalamu alaikum. Then let us continue your chapter simple equations. Okay. The next topic practical applications. Practical applications. അപ്പോൾ ഇക്വേഷൻ നമ്മൾ കണ്ടുല്ലേ? സോൾവ് ചെയ്യുന്ന മെത്തേഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ്, ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തു. യെസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രോബ്ലംസ് സോൾവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. നമുക്ക് പേജ് നമ്പർ 109 എക്സാമ്പിൾ 1 കണ്ടോ? എ നമ്പർ വെൻ ആഡഡ് ടു 18 ഗീവ് 26. ഫൈൻഡ് ദ നമ്പർ. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് വന്നാൽ ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ആക്കി മാറ്റണം, എന്നിട്ട് അത് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കാം. എ നമ്പർ വെൻ ആഡഡ് ടു 18 ഗീവ്സ് 26. ഫൈൻഡ് ദി നമ്പർ. എ നമ്പർ, ഒരു നമ്പർ, അതിനോടുകൂടി 18 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 26 കിട്ടുന്നു. അപ്പോൾ ഈ നമ്പറിന്, നമ്മൾ അറിയാത്ത ഈ നമ്പറിന് നമുക്ക് എന്ത് കൊടുക്കാം? അൺനോൺ ആണല്ലോ, അപ്പോൾ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ എക്സ് എന്നുള്ള നമ്പറിനോടുകൂടി 18 ആഡ് ചെയ്യുന്നത് എങ്ങനെ എഴുതും നമ്മൾ? എക്സ് പ്ലസ് 18 ഈസ് 26. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വരിക. ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ വരും. ഇനി ഇത് നമുക്ക് എക്സ് സോൾവ് ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? +18 ആയതുകൊണ്ട് രണ്ട് സൈഡിലും എന്ത് ചെയ്യും? ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും? സെയിം നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 18 മൈനസ് 18 ഈക്വൽ ടു 26 മൈനസ് 18. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 18 മൈനസ് 18 എക്സ് ഈസ് ഈക്വൽ ടു 26 മൈനസ് 18. 26 മൈനസ് 18 നമുക്ക്
8. X equal to 8. Yeah. X equal to 80. 8. Yes. അപ്പോൾ the solution 8 ആവും. Next. Example 2 നോക്കൂ. Page number 110. When 7 is subtracted from 5 times a given number, the result is 53. Find the number. 7 is subtracted from 5 times a given number. 5 times a given number. 7 subtract ചെയ്യുന്നതാണ് 5 times a given number. തന്നിരിക്കുന്ന ഒരു നമ്പർ അല്ലേ, അത് ഏതാണെന്ന് അറിയില്ല, അതിൻ്റെ 5 ടൈംസിൽ നിന്നാണ് 7 സബ്ട്രാക്ട് ചെയ്യുന്നത്. അത് ഈസ് 53 എന്നാണ്. അപ്പോൾ ആ നമ്പർ നമുക്ക് അറിയാത്ത നമ്പർ എക്സ് ആയിട്ട് എടുക്കുക. അതിൻ്റെ 5 ടൈംസ് എന്ന് പറയുമ്പോൾ 5 into x, 5x. അതിന് 7 സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 5x - 7 ഈസ് 53. ഇങ്ങനെയുള്ള ഇക്വേഷൻ വരുന്നത് ഈസ് 53. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സ് സോൾവ് ചെയ്യണം. സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആ നമ്പർ കണ്ടുപിടിക്കണം. അതായത് അൺനോൺ ആയിട്ടുള്ള എക്സ് നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ് ഉപയോഗിക്കാം അല്ലേ. -7 അപ്പിട്ട് RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ 5x is equal to 53 plus 7. -7 അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യും. അപ്പോൾ 5x equal to 53 plus 7 60. 5x equal to 60 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ രണ്ട് സൈഡിലും എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 5 ആണ്. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 5x divided by 5 is equal to 60 divided by 5. അപ്പോൾ 5x divided by 5 x എന്ന് വരും അല്ലേ. 5ഉം 5ഉം സിംപ്ലിഫൈ ചെയ്തിട്ട് x വരും. x equal to 60 divided by 5 12. x equal to 12 അല്ലേ. 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് ഇക്വേഷനാക്കി ഫോം ചെയ്യാന്നിട്ട് അത് പ്രോപ്പർട്ടികൾ അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ 3 നോക്കൂ. എൻ്റെ എക്സാമ്പിൾ 3 പറയുന്നത് രമേഷ് ഈസ് 12 years older than his sister രജ്നി. രമേഷ് ഈസ് 12 years older than his sister രജ്നി. രമേഷ് ഈസ് 12 years older than his sister രജ്നി. Ramesh is 12 years older than his sister Rajni. Find their age if the sum of their age is 46. ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? രമേഷ് ഈസ് 12 years older than his sister Rajni. സഹോദരിയുടെ ഏജിനേക്കാൾ 12 years കൂടുതലാണ് ആർക്ക്? രമേഷിന്. Find their age if the sum of their age is 46. അവരുടെ ഏജ് കണ്ടുപിടിക്കാൻ. ബട്ട് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞാൽ എന്താണ്? അവരുടെ ഏജിൻ്റെ സമ്മ് എന്താണ്? 46 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? ഏജ് രജ്നി ഏജ് നമുക്ക് എന്തെടുക്കാം? എക്സ് എന്ന് എടുക്കാം. ഓക്കെ, കാരണം രജനിൻ്റെ ഏജിനെ ബേസ് ചെയ്തിട്ടാണല്ലോ രമേഷിൻ്റെ ഏജ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രജനിൻ്റെ ഏജ് എന്തെടുക്കണം? എക്സ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് എക്സ് എടുക്കാം. യെസ്. അപ്പോൾ ഇവിടെ രജനിൻ്റെ ഏജ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ രമേഷിൻ്റെ ഏജ് എന്ത് വരും? രമേഷ് ഈസ് 12 years older than എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ രമേഷിൻ്റെ ഏജ് എന്ത് വരും? 12 years older than എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 12 അല്ലേ. 12 plus x. x plus 12 or 12 plus x. Okay, then next എന്താ പറയുന്നത്? Given that the sum of their age is 46. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ രണ്ടിൻ്റെ ഏജിൻ്റെ സമ്മ് 46 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആ ഒരു കണ്ടീഷൻ? എക്സ് എന്നുള്ള രജനിൻ്റെ ഏജും 12 എന്നുള്ള രമേഷിൻ്റെ ഏജും തമ്മിൽ സമ്മ് x+12 ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് 46 അല്ലേ. 46. ഓക്കെ, ഇനി നമുക്കിത് x+12 ഈസ് ഈക്വൽ ടു 46. x plus x 2x. 2x plus 12 equal to 46. 2x equal to ട്രാൻസ്പോസ് ചെയ്യാം. 12നെ അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 46 minus 12. 2x equal to 46 minus 12 34. 2x equal to 34 ആണെങ്കിൽ x എന്ത് വരും? 2x equal to 34 ആണെങ്കിൽ x എന്ത് വരും? x കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? 2 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യണം. LHSും RHSും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബിക്കോസ് ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 2 ആണ്.
അപ്പോൾ നമുക്ക് 2 കൊണ്ട് രണ്ട് സൈഡിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 34/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 17. എക്സ് ഈസ് ഈക്വൽ ടു 17 കിട്ടിയില്ലേ? യെസ്. അപ്പോൾ എക്സ് എന്നുള്ളത് എന്താണ്? സോ എക്സ് ഏജ് ഓഫ് രജനി 17 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ രമേശിൻ്റെ ഏജ് 17 + 12. 17 + 12 29. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സാമ്പിൾ 4, പേജ് നമ്പർ 110. Raj had a certain number of books. His friend Ringu gave him 8 more books. Now Raj has 23 books. How many books did he have initially? എന്താ പറയുന്നത്? രാജ് ഹാഡ് certain number of books. His friend Ringu gave him 8 more books. രാജിൻ്റെ കയ്യിൽ എത്ര ബുക്സ് ഉണ്ടായിരുന്നു? കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് ആ കൂട്ടത്തിലേക്ക് എത്ര കൊടുത്തു? റിങ്കു 8 ബുക്സ് കൊടുത്തു. ഇപ്പോൾ രാജിൻ്റെ കയ്യിൽ എന്തുണ്ട്? 23 ബുക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം എത്ര ഉണ്ടായിരുന്നിരിക്കണം? എത്ര ബുക്സ് രാജുവിൻ്റെ കയ്യിലുണ്ടായിരിക്കണം? സപ്പോസ് നമുക്ക് ആ രാജുവിൻ്റെ കയ്യിലുള്ള ബുക്ക് എക്സ് എന്ന് എടുക്കാം അല്ലേ? ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം, ഇക്വേഷൻ ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ സപ്പോസ് ഫസ്റ്റ് എന്താ പറയേണ്ടത്? ലെറ്റ് രാജ് ഹാഡ് എക്സ് ബുക്സ് വിത്ത് ഹിം ഇനീഷ്യലി. ലെറ്റ് രാജ് had X books. X books. Okay. Raj had X books. Then next എന്താ കണ്ടീഷൻ പറയുന്നത്? His friend Ringu gave him 8 more books. Now Raj has 23 books. അപ്പോൾ എക്സ് ബുക്കിൻ്റെ കൂട്ടത്തിലേക്ക് 8 ബുക്കും കൂടി ചേർന്നപ്പോൾ എത്ര ബുക്സ് ആയി? 23 ബുക്സ് അല്ലേ? രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെ എഴുതിക്കൂടെ? X + 8 = 23. ഇനി ഇവിടുന്ന് എക്സ് കണ്ടുപിടിച്ചൂടെ? X = 23 - 8. X = നമുക്ക് 8നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 23 - 8 മൈനസ് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അല്ല സോറി പ്ലസ് എക്സ് 8 ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -8. അപ്പോൾ X = 23 - 8. യെസ്, നമുക്ക് ആൻസർ വിൽ ബി 15. ഓക്കെ, യെസ്. Raj had 15 books initially. Okay. Next എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? എക്സാമ്പിൾ 5. Sum of two numbers is 36. If one number is 3 times the other, find the numbers. The question is, the sum of two numbers is 36. One number is 3 times the other. Find the number. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 36 ആണ്. അതിലൊരു നമ്പർ മറ്റേ നമ്പറിൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ നമുക്ക് ഒരു നമ്പർ എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം അല്ലേ? ലെറ്റ് വൺ നമ്പർ എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത്? വൺ നമ്പർ ഈസ് 3 times the other എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ വൺ നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? സെക്കൻഡ് നമ്പർ 3x. What? 3x. ഓക്കെ, then next sum of two numbers is 36 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയാം? എക്സ് എന്നുള്ള നമ്പറും അതിൻ്റെ 3 times ആയിട്ടുള്ള 3x തമ്മിലുള്ള സമ്മ് 36. ഇങ്ങനെ എഴുതിക്കൂടെ? നെക്സ്റ്റ് നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ? എക്സ് + 3x 4x അല്ലേ? ടോട്ടൽ 4x = 36. 4x 36 ആണെങ്കിൽ അവിടുന്ന് എക്സ് എന്ത് വരും? നമുക്ക് രണ്ട് സൈഡിലും ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണ്. അപ്പോൾ 4 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 4x/4 = 36 / 4. അപ്പോൾ ഇവിടെ 4ഉം 4ഉം സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ് ആവും അല്ലേ? എക്സ് = 36/4. യെസ്, അപ്പോൾ നമുക്ക് ആൻസർ ഈസി ആയിട്ട് കിട്ടും. x = 9. യെസ്. അപ്പോൾ ഇവിടെ എക്സ് നമുക്ക് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ വൺ നമ്പർ എന്തായിരുന്നു? എക്സ് ആണ്. അപ്പോൾ അത് സെക്കൻഡ് നമ്പർ 3 × x ആണ്. 3 × 9 27. അപ്പോൾ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 9ഉം 27. ശരിയല്ലേ? രണ്ടിൻ്റെ സമ്മ് 36. ക്ലിയർ?
നെക്സ്റ്റ് നമുക്ക് ചെയ്യാം എക്സാമ്പിൾ 6. എക്സാമ്പിൾ 6. Example 6. A man is 30 years older than his son. After 12 years, the man will be 3 times as old as his son. Find their present age. A man is 30 years older than his son. After 12 years, the man will be 3 times as old as his son. Find their present age. Let the son, yes. അപ്പം എന്താ പറയുന്നത്? ഒരാൾ അദ്ദേഹത്തിൻ്റെ സൺ ഓൾഡർ ദാൻ 30 ഇയേഴ്സ്. ഓക്കെ, മകനേക്കാൾ 30 ഇയേഴ്സ് കൂടുതലാണ് ഇയാൾക്ക്. എന്നാൽ ആഫ്റ്റർ 12 ഇയേഴ്സിന് ശേഷം ദ മാൻ വിൽ ബി 3 times ആസ് ഓൾഡ് ആസ് ഹിസ് സൺ. സണ്ണിനേക്കാൾ 3 times ആയിരിക്കും ആഫ്റ്റർ 12 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇക്വേഷനായി ഫോം ചെയ്യാൻ എന്ത് ചെയ്യണം? നമുക്ക് ഫൈൻഡ് ദ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ആഫ്റ്റർ 12 ഇയേഴ്സിന് ശേഷം ഇപ്പം നിലവിൽ എത്ര ഏജ്, അത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം അല്ലേ. ലെറ്റ് ദി സൺ പെർസെൻറ്റേജ്, ലെറ്റ് സൺ പ്രസൻറ്റ് ഏജ് എക്സ് ഇയേഴ്സ്. കാരണം സണ്ണിൻ്റെ ഏജിനെ ബേസ് ചെയ്തിട്ടാണല്ലോ അയാളത് പറയുന്നത്. അപ്പം നമുക്ക് സണ്ണിൻ്റെ ഏജ് എക്സ് ഇയേഴ്സ് എന്ന് എടുക്കാം. ആണെങ്കിൽ യെസ്, നമുക്കിവിടെ ദെൻ ഫാദർ ഏജ് വിൽ ബി, ഫാദർ ഏജ് എന്താ വരിക, എന്താ ഇവിടെ പറയുന്നത്, 30 ഇയേഴ്സ് ഓൾഡർ ദാൻ അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 30, മകൻ്റെ ഏജ് എക്സ് ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിനേക്കാൾ 30 വയസ്സ് കൂടുതലാണ്, 30 ഇയേഴ്സ് ഓൾഡർ ദാൻ ആണ് ഫാദർ. അപ്പോൾ നമുക്ക് ഫാദറിൻ്റെ ഏജ് എക്സ് പ്ലസ് 30. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആഫ്റ്റർ 12 ഇയേഴ്സ് മാൻ വിൽ ബി 3 times ആസ് ഓൾഡ് ആസ് ഹിസ് സൺ എന്ന് പറഞ്ഞിട്ടില്ലേ. ബട്ട് ആഫ്റ്റർ 12 ഇയേഴ്സ് സണ്ണിൻ്റെ ഏജ് എന്തായിരിക്കും എന്ന് പറയണ്ടേ നമുക്കപ്പോൾ. ആഫ്റ്റർ 12 ഇയേഴ്സ് സൺ ഏജ് എന്തായിരിക്കും? എക്സ് പ്ലസ് 12 ആയിരിക്കില്ലേ. എക്സ് ആയിരുന്നു പെർസെൻറ്റേജ്. ആഫ്റ്റർ 12 ഇയേഴ്സ് എക്സ് പ്ലസ് 12 ആയിരിക്കില്ലേ, 12 വയസ്സ് കൂടി കൂടില്ലേ. യെസ്. ഇനി ഫാദറിൻ്റെ ഏജ് എന്തായിരിക്കും? അപ്പോൾ ആഫ്റ്റർ 12 ഇയേഴ്സ് ഫാദർ ഏജ് എന്തായിരിക്കും? ഫാദർ ഏജ് എക്സ് പ്ലസ് 30 ആയിരുന്നു. അപ്പോൾ എക്സ് പ്ലസ് 30 പ്ലസ് 12, എക്സ് പ്ലസ് 30 പ്ലസ് 12. ഓക്കെ, എക്സ് പ്ലസ് 30 പ്ലസ് 12. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 42 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 30ഉം 12ഉം 42. അപ്പോൾ എക്സ് പ്ലസ് 42. അപ്പോൾ ആഫ്റ്റർ 12 ഇയേഴ്സ് ഫാദർ ഏജ് എക്സ് പ്ലസ് 42, ആഫ്റ്റർ 12 ഇയേഴ്സ് സൺ ഏജ് എക്സ് പ്ലസ് 12. ബട്ട് ഇവിടെ ഒരു കാര്യം കൂടി ലാസ്റ്റ് പറയുന്നത് എന്താണ്? ആഫ്റ്റർ 12 ഇയേഴ്സ് ദ മാൻ വിൽ ബി 3 times ആസ് ഓൾഡ് ആസ് ഹിസ് സൺ എന്ന് പറയുന്നുണ്ട് അല്ലേ. ആഫ്റ്റർ 12 ഇയേഴ്സിന് ശേഷം ഫാദറിൻ്റെ ഏജ് ആവുന്ന എക്സ് പ്ലസ് 42 എന്തിനോട് ഈക്വൽ ആവുണ്ടെന്നാണ് പറഞ്ഞത്? സണ്ണിൻ്റെ ഏജ് ആയിട്ടുള്ള എക്സ് പ്ലസ് 12നെ 3 times. ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്. എക്സ് പ്ലസ് 12 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 12 ഇയേഴ്സിന് ശേഷമുള്ള ഫാദറിൻ്റെ ഏജ് ഏതിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്? സണ്ണിൻ്റെ അപ്പോഴത്തെ ഏജിൻ്റെ 3 മടങ്ങിനോട്, 3 into എക്സ് പ്ലസ് 12. ഇങ്ങനെ ഇക്വേഷൻ എഴുതി നമുക്കിത് സോൾവ് ചെയ്യാം അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 42 ഈസ് ഈക്വൽ ടു, നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 3 into എക്സ് 3x, 3 into പ്ലസ് 12 പ്ലസ് 36. ഇനി ട്രാൻസ്പോസിങ് ലൈക്ക് ടേംസ് ചെയ്യാം അല്ലേ. 42നെ അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ 36നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം, എക്സിനെ അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3x ഇവിടെ ഉണ്ട്, RHSലുണ്ട്. ഇവിടെ ഉള്ള പ്ലസ് എക്സിനെ അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് എക്സ്. ഇവിടെ 42 ഉണ്ട് അല്ലേ. 36നെ അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് 36. ഇതെങ്ങനെ എഴുതാം? 3x മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 42 മൈനസ് 36. ഓക്കെ, ഇനി പറയും 3x മൈനസ് എക്സ് 2x ഇസ് ഈക്വൽ ടു 42 മൈനസ് 36. 42 മൈനസ് 36 6. അപ്പോൾ 2x ഈക്വൽ ടു 6 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, 2x 6 ആണെങ്കിൽ എക്സ് എന്ത് വരും? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2x ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 6/2.
2x by 2 x ആണല്ലോ അല്ലേ 2x by 2 x അല്ലേ ദാറ്റ് ഈസ് x ഈക്വൽ ടു 6 by 2 3 x ഈക്വൽ ടു 3 അല്ല 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അപ്പോൾ സൺ പെർസെൻറ്റേജ് ഈസ് 3 years. Sun percentage is 3 years. Next, sun percentage is 3 years. Okay, then father age x plus 30 percentage of sun x ആയിരുന്നു അത് നമുക്ക് 3 years കിട്ടി അപ്പോൾ father age 33 30 plus 3 33 okay. Then mark your homework. Exercise 7.4. Exercise 7.4. Question number 10, 11, 13. Okay, that's your homework. See you next class. Thank you.